വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടിരിക്കും. മറന്നുപോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ആയിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജീവനോളം സ്നേഹിക്കുന്നവർ നമ്മെ മനസ്സിലാക്കാത്തതാണ്. ജീവിതത്തിൽ നമ്മെ വേണ്ടാത്ത മനുഷ്യരെ ഒഴിവാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവരായി തുടരാനൊന്നും കഴിയില്ല എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യവുമാണ്. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നുപോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ലെന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കാം. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എപ്പോഴും നമ്മുടെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. സമയം ഒട്ടുമില്ല. അങ്ങനെ വെറുതെ പറയുന്ന ബാലിശമായ ആ ശൈലി ഇപ്പോൾ മുഴുവൻ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. പകരം ജീവിതത്തിൽ നിങ്ങൾ നേടുവാനും പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യാനുസരണം സമയം ലഭ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. വഴക്ക് കൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം.